മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഡെന്നിസ് സാറ എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അതെ, എന്തൊരു നർമ്മമുള്ള സിനിമയാണത്. അല്ല, അതൊരു 7 ദിവസം കൊണ്ട് എഴുതി തീർത്താണ്. അതൊരു ഗ്യാപ്പ്. ഇപ്പം ഞങ്ങൾ ആക്ച്വൽ പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു 7 ദിവസത്തിനകത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാം. അരയൻ പത്രോസ് എന്ന് പറയുമ്പോൾ കിഴക്കൻ പത്രോസുമായിട്ട് കിഴക്കൻ പത്രോസായ അത് അന്ന് അമരം വന്നതുകൊണ്ടാണ് ഞങ്ങളത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്തു. പിന്നെ പേര് മാറ്റി കിഴക്കൻ പത്രോസായി. അതാണ് അത്. പിന്നെ കിഴക്കൻ പത്രോസ് എന്നാണ് അന്ന് കോട്ടയം കുഞ്ചൻ പാർട്ട് 2 നടക്കാതായത്. കാരണം ഏതാണ്ടൊക്കെ സാദൃശ്യമുണ്ട്. കിഴക്കൻ പത്രോസും കോട്ടയം കുഞ്ചനായിട്ടൊക്കെ ഏതാണ്ട് സാദൃശ്യമുണ്ട്. ആക്ച്വൽ പടം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അരയൻ പത്രോസ് ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് തരാം, 7 ദിവസത്തിനകത്ത് എഴുതി തരാമെന്ന് പറഞ്ഞു. 10ാമത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. എങ്ങനെയാണ് ഇത് അന്ന് സംഭവിച്ചു. 7 ദിവസം കൊണ്ട് ക്യാമറമാനെ ഫിക്സ് ചെയ്യണ്ടേ? ഫുൾ സ്ക്രിപ്റ്റാണ്. അതിന് ഈ കൂട്ടത്തിൽ തന്നെ ഫിക്സ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എഴുതാനിരുന്ന് 10ാമത്തെ ദിവസം നടന്ന പടമാണ് മാന്യന്മാർ. അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഇല്ല. മുകേഷ്, ശ്രീനിവാസൻ, ജഗദീഷ്, അമ്പിളിച്ചേട്ടൻ, സകല ഒരുമാതിരിപ്പെട്ട മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റ്, എല്ലാ വില്ലന്മാരും ഉണ്ടായിരുന്നു.